DGP TP Senkumar സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പഴയ സ്ഥാനങ്ങളിൽ തുടരും. സ്ഥലമാറ്റം അപ്രായോഗികമെന്ന വിലയിരുത്തൽ വിവരങ്ങളെ ഷീജ നൽകും. ഷീജ, ഈ സംഭവത്തിൽ ജീവനക്കാർ ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ തനിക്ക് സ്ഥലം മാറ്റാൻ അധികാരമുണ്ടെന്നായിരുന്നു DGPയുടെ പ്രതികരണം വന്നത്. ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തിയത്? മനു, DGP TP സെൻകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ 7 ഉദ്യോഗസ്ഥരുടെ, അതായത് ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള ബീനാകുമാരി അടക്കം 7 പേര് സ്ഥലം മാറ്റിക്കൊണ്ടായിരുന്നു ഉത്തരവിട്ടത്. ഇതിനെതിരെ തന്നെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും വലിയ തോതിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു. ബീനാകുമാരിയെ തന്നെ അനർഹമായി അവരെ ഒരു ദിവസം തന്നെ 2 സെക്ഷനിലേക്കായിരുന്നു സ്ഥലം മാറ്റിയിരുന്നത്. ഇത്തരത്തിൽ അവർ ഇതിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതിയും നൽകിയിരുന്നു. എന്നാൽ ഈ രീതിയിലുള്ള തനിക്ക് സ്ഥലം മാറ്റം നടത്താൻ അധികാരമുണ്ട് എന്നുള്ളതായിരുന്നു DGP TP സെൻകുമാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ DGPയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് അപ്രായോഗികമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള ബീനാകുമാരി ഉൾപ്പെടെയുള്ള 7 പേരും ആ പഴയ നിലവിലുള്ള സ്ഥാനങ്ങളിൽ തന്നെ തുടർന്നാൽ മതി, അവരെ സ്ഥലം മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പഴയതുപോലെ തന്നെ അതാത് സ്ഥാനങ്ങളിൽ തുടരാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഇവരെ അനർഹമായി സ്ഥലം മാറ്റിക്കൊണ്ടുള്ള DGPയുടെ ഉത്തരവ് അത് നടപ്പാകില്ല. പഴയതുപോലെ അവർ തൽസ്ഥാനങ്ങളിൽ തുടരാനാണ് നിലവിലിപ്പോൾ ഉണ്ടായ സർക്കാർ തീരുമാനം. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. DGP TP സെൻകുമാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പഴയ സ്ഥാനങ്ങളിൽ തുടരും. സ്ഥലം മാറ്റം അപ്രായോഗികമെന്ന സർക്കാരിന്റെ വിലയിരുത്തൽ. വിവരങ്ങളാണ് ഷീജ നൽകിയത്.